ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ഏലാഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പം നമ്മൾ കോഴിക്കോട്ടുകാരൊക്കെ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ കണ്ടുവന്നിട്ടുള്ള ഏലാഞ്ചി തേങ്ങ വാട്ടിയിട്ട് വെക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 2 വലിയ പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പിൽ ഞാൻ അവിലെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1.5 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബനാന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബനാന ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള തേങ്ങ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ തേങ്ങ ചിരകിയതും കൂടെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവിലുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു അവില് കടിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു അവില് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അവിലാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ അവിലും കൂടെ ചേർത്ത് ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ മധുരത്തിനനുസരിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്താൽ നമ്മളിതൊന്ന് കുറച്ചൊന്ന് അയങ്ങി വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട ആ ഒരു കൂട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദയിലേക്ക് ആ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം ചേർത്തതിന് ശേഷം ഈ മാവ് ഒന്ന് ലൂസാക്കി എടുക്കാൻ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർത്താൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒട്ടും കട്ട പിടിക്കാതെ ഇതൊന്ന് നമുക്ക് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ പോക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് കട്ടയൊക്കെ പോക്കി ലൂസാക്കി എടുത്താൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വരണം, ഈ ഒരു മാവ് വരണം. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ നമ്മൾ മൈദമാവ് വെച്ചിട്ട് ചുട്ടെടുക്കുന്ന ആ ഒരു ദോശ തന്നെയാണ് സംഭവം. അപ്പോൾ നമുക്കത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഒരു ദോശക്കല്ല് പോലത്തെ ഒരു പാന്, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാന്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് വിട്ട് കിട്ടും കേട്ടോ. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആകുമ്പോൾ ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ദോശ ഇതിൽ ചുട്ടെടുക്കണം. അപ്പം ഞാനിവിടെ ഈ ഒരു ദോശ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാനൊന്ന് മറിച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ദോശ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഒരു 1.5 കൈയിലോളം ഞാൻ ദോശമാവ് ഒഴിക്കുന്നുണ്ട്. ഒന്ന് വട്ടത്തിൽ ചുറ്റി കൊടുത്ത് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദോശ ചുട്ട് വന്നാൽ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ദോശ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു ബനാനയുടെ കൂട്ട് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും 2 വശം ഒന്ന് മടക്കി കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിൽ ഏലാഞ്ചി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതേപോലെ തന്നെ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒരു നല്ലൊരു റെസിപ്പി തന്നെയാണ്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ തയ്യാറാക്കിയാൽ മതി. അധികം എണ്ണയില്ലാത്ത നല്ലൊരു റെസിപ്പി തന്നെയാണ്. വൈകുന്നേരം ചായക്കൊക്കെ നല്ലൊരു കടിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇനിയും എൻ്റെ വീഡിയോ കാണുന്നവർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സക്സസ് ആവാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്